നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് സിൻഡിക്കേറ്റും ഇല്ലെന്ന് VC-യുടെ അധിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസും കടുംപിടുത്തം തുടരുന്നതിനിടെ ഗവർണറുടെ തീരുമാനം ഇനി ഈ വിഷയത്തിൽ ഏറെ നിർണായകമാകും. സിൻഡിക്കേറ്റ് തീരുമാനത്തിൽ ഇടപെടാതിരുന്ന ഹൈക്കോടതി VC-ക്ക് ചാൻസലറെ സമീപിക്കാമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. പുതിയ രജിസ്ട്രാറായി മിനി കാപ്പനെ VC നിയമിച്ചതോടെ യഥാർത്ഥ രജിസ്ട്രാർ ആരെന്ന ചോദ്യമാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി രജിസ്ട്രാർ KS അനിൽകുമാർ പിൻവലിച്ചു. ഹർജി പിൻവലിക്കുന്നതായി അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനിടെ ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സിൻഡിക്കേറ്റ് അംഗം R രാജേഷിനെ കോടതി വിമർശിച്ചു. രജിസ്ട്രാർ പദവിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്തതിനെതിരെയാണ് KS അനിൽകുമാർ കോടതിയെ സമീപിച്ചത്. അതേസമയം ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗം അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കി. ഇതിനെ തുടർന്നാണ് താൻ സമർപ്പിച്ച ഹർജി പിൻവലിക്കുന്നതായും താൻ ചുമതല തിരികെ ഏറ്റെടുത്തതായും അനിൽകുമാർ ഹൈക്കോടതിയെ അറിയിച്ചത്. കാര്യങ്ങൾ വ്യക്തമാക്കിയതിനെ തുടർന്ന് ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയായിരുന്നു. ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകുകയും ചെയ്തു. വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസിന് വേണ്ടി ഹാജരായ സ്വകാര്യ അഭിഭാഷകൻ ഈ നീക്കത്തെ എതിർക്കാൻ ശ്രമിച്ചുവെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ഹർജി നൽകാമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം സിൻഡിക്കേറ്റ് യോഗത്തെ സംബന്ധിച്ച് ഗവർണർ റിപ്പോർട്ട് തേടി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയോ അദ്ദേഹം ചുമതലയേറ്റോ തുടങ്ങിയ കാര്യങ്ങളാണ് ചാൻസലർ കൂടിയായ ഗവർണർ VC-യുടെ ചുമതലയുള്ള സിസ തോമസിനോട് റിപ്പോർട്ട് തേടിയത്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയത് നിയമവിരുദ്ധമാണെന്ന നിലപാടിലാണ് VC. ഇതിനനുസരിച്ചുള്ള റിപ്പോർട്ടാകും ഗവർണർക്ക് കൈമാറുക. ഇതിനിടെ പുതിയ രജിസ്ട്രാറുടെ ചുമതല മിനി കാപ്പന് നൽകി വൈസ് ചാൻസലർ ഉത്തരവായി. ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ ഗവർണറുടെ പരിപാടി റദ്ദാക്കിയതിനെ തുടർന്നാണ് രജിസ്ട്രാറെ VC സസ്പെൻഡ് ചെയ്തത്. അതേസമയം ഭാരതാംബ ചിത്ര വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയുമായി ബന്ധപ്പെട്ട് നാടകീയത തുടരുകയാണ്. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാറിന് പകരം ചുമതല നൽകിയിരുന്ന ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. VC-യുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ആവശ്യപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാതെയാണ് ഹരികുമാർ അവധിയിൽ പോയത്. ഇതിന് പിന്നാലെ പുതിയ രജിസ്ട്രാറായി മിനി കാപ്പനെ VC നിയമിച്ചു. ഇതോടെ ഇവർ ചുമതല ഏറ്റെടുക്കാതിരിക്കാനായി അധ്യാപക സംഘടനകൾ രജിസ്ട്രാറുടെ മുറിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. പുതിയ ജോയിന്റ് രജിസ്ട്രാറായി ഹേമ ആനന്ദിനെ നിയമിച്ചു. അവധിയിൽ പോയ ജോയിന്റ് രജിസ്ട്രാറെ VC ചുമതലകളിൽ നിന്ന് നീക്കുകയും ചെയ്തു. രജിസ്ട്രാറുടെയും VC-യുടെയും മുറികൾക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിൻഡിക്കേറ്റ് തീരുമാനത്തിന് പിന്നാലെ രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. ഇക്കാര്യത്തിൽ VC-യുടെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് ജോയിന്റ് രജിസ്ട്രാറോട് വിശദീകരണം തേടി. ഇതിന് പിന്നാലെയാണ് P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചത്. മറുപടി നൽകാൻ 2 ആഴ്ച സാവകാശം വേണമെന്ന് ജോയിന്റ് രജിസ്ട്രാർ VC-യെ അറിയിച്ചത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത ശേഷം VC ഡോക്ടർ മോഹൻ കുന്നുമൽ റഷ്യയിൽ പോയതോടെയാണ് ഡോക്ടർ സിസ തോമസിന് ഗവർണർ പകരം ചുമതല നൽകിയത്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബ വിവാദത്തിന്റെ തുടർച്ചയായി കേരള സർവകലാശാലയിൽ അതിനാടകീയ നീക്കങ്ങളും കസേരക്കളിയും നടക്കുകയാണ്. തർക്കങ്ങൾ മൂർച്ഛിക്കുന്നതിനിടെ രജിസ്ട്രാറുടെ ചുമതലയിൽ 2 പേരെത്തിയതാണ് ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ കാരണം. വൈസ് ചാൻസലറുടെ സസ്പെൻഷൻ മറികടന്ന് സിൻഡിക്കേറ്റ് പിന്തുണയിൽ രജിസ്ട്രാറായി KS അനിൽകുമാർ തിരിച്ചെത്തി. പിന്നാലെ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി VC നിർണായക നീക്കവും നടത്തി. രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനിലാണ് പോര് കനക്കുന്നത്. സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അംഗീകരിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VC സിസ തോമസ്. രജിസ്ട്രാറായി അനിൽകുമാർ വീണ്ടും ചുമതല ഏറ്റെടുത്തെങ്കിലും മറ്റൊരാൾക്ക് രജിസ്ട്രാറുടെ ചുമതല നൽകിയിരിക്കുകയാണ് സിസ തോമസ്. കൂടാതെ ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനെതിരെ കടുത്ത നടപടിയെടുത്തിട്ടുമുണ്ട്. P ഹരികുമാറിനെ VC ജോയിന്റ് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് നീക്കി. അഡ്മിനിസ്ട്രേഷൻ ജോയിന്റ് രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് അക്കാദമിക് വിഭാഗത്തിലേക്കാണ് മാറ്റിയത്. VC-യുടെ അനുമതിയില്ലാതെ P ഹരികുമാർ സസ്പെൻഷനിലായിരുന്ന രജിസ്ട്രാർക്ക് ചാർജ് കൈമാറിയെന്ന് കാണിച്ചാണ് നടപടി. എന്നാൽ P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. VC-യുടെ നിർദ്ദേശം മറികടന്ന് സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തതിന് വിശദീകരണം ചോദിച്ചതിൽ മറുപടി നൽകാതെ അവധിയിൽ പ്രവേശിച്ചതോടെയാണ് നടപടി. നിയമോപദേശം തേടിയതിന് പിന്നാലെയാണ് VC-യുടെ നീക്കം. VC ഇറങ്ങിപ്പോയതിനു ശേഷം സിൻഡിക്കേറ്റ് യോഗത്തിൽ തുടർന്നതിൽ വിശദീകരണം നൽകാതെയാണ് ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചത്.
അവധി അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നാണ് താൽക്കാലിക VC സിസ തോമസിന്റെ നിലപാട്. സിൻഡിക്കേറ്റ് തീരുമാനപ്രകാരമാണ് ചുമതല ഏറ്റെടുത്തതെന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ പറഞ്ഞു. രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഞായറാഴ്ച VCയുടെ അനുമതിയില്ലാതെയാണ് സിൻഡിക്കേറ്റ് റദ്ദാക്കിയത്. VC യോഗത്തിൽ നിന്ന് പോയതിനു ശേഷമാണ് സിൻഡിക്കേറ്റ് ഈ തീരുമാനമെടുത്തത്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർ തുടർന്ന് പങ്കെടുത്തത് ചട്ടവിരുദ്ധമാണെന്ന് VC പറഞ്ഞിരുന്നു. ജോയിന്റ് രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. രാവിലെ 9 മണിക്ക് മുമ്പായി മറുപടി നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെയാണ് നടപടിയെടുത്തത്. ഞായറാഴ്ച ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് സസ്പെൻഷൻ റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തത്. വിഷയത്തിൽ അന്വേഷണത്തിന് 3 അംഗ കമ്മീഷനെ നിയമിച്ചതായി നടപടി ഹൈക്കോടതിയെ അറിയിക്കാനും തീരുമാനിച്ചെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞിരുന്നു. VCയുടെ സസ്പെൻഷൻ ഉത്തരവ് സിൻഡിക്കേറ്റ് റദ്ദാക്കിയതായും അറിയിച്ചു. സിൻഡിക്കേറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നടപടി. ഡോക്ടർ ഷിജുഗാൽ, G മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നിവരെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം നടപടികൾ ഹൈക്കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിനെയും ചുമതലപ്പെടുത്തി. എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയ തീരുമാനം നിലനിൽക്കില്ലെന്നാണ് VCയുടെ ചുമതലയുള്ള സിസ തോമസ് അറിയിച്ചത്. സസ്പെൻഷൻ അജണ്ടയിൽ ഇല്ലെന്നും താൻ പുറത്തിറങ്ങിയ ശേഷമാണ് അത്തരം തീരുമാനങ്ങൾ എടുത്തതെന്നും അവർ പറഞ്ഞു. അതിന് നിയമസാധുതയില്ലെന്നും സസ്പെൻഷൻ നിലനിൽക്കുന്നുവെന്നും സിസ തോമസ് പ്രതികരിച്ചിരുന്നു. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പങ്കെടുത്ത ചടങ്ങിലുണ്ടായ ഭാരതാംബ വിവാദത്തെ തുടർന്നാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. ഗവർണറോട് അനാദരവ് കാണിച്ചെന്നും സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചെന്നും കുറ്റപ്പെടുത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലാണ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. പ്രത്യേക സാഹചര്യങ്ങളിൽ VCക്ക് സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിക്കാനുള്ള വ്യവസ്ഥ ഉപയോഗിച്ചാണ് നേരത്തെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാർക്കെതിരായി താൽക്കാലിക VC ഡോക്ടർ സിസ തോമസ് എടുത്ത നടപടിയിൽ അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് VCക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് VCയോട് സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്.